ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് ചോറും കുറച്ച് മോരുകറിയും കുറച്ച് ഉണക്കമീൻ വറുത്തത് അവരൊരു വിസിലടിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇത്തവണ ഒരബദ്ധം പറ്റി. ഞാൻ സാധാരണ പാലക്കാടൻ മട്ട റൈസാണ് മേടിക്കാറുള്ളത്. കുറേ നാളായിട്ട് അത് തന്നെ ആയതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു തരം വെള്ളേരി മേടിച്ചാണ്, ചാക്കരി മേടിച്ചതാണ്. ഞങ്ങളിവിടെ ചാക്കരി എന്ന് പറയും, ചിലർ വെള്ളേരി എന്ന് പറയും. ഞങ്ങൾ ചാക്കരി എന്ന് പറയണത് കുത്തിരി ചാക്കരി. അപ്പോൾ കുത്തിരിയായിരുന്നു സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് മാറ്റി പിടിച്ച് ചാക്കരി മേടിച്ചാണ്, പക്ഷേ ചതിക്കപ്പെട്ടു പോയി. വിസിലടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ വിസിൽ കംപ്ലീറ്റ് തീർന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഒന്ന് തുറക്കണം, വെള്ളം ഒഴിച്ച് ഇനി ഇതെന്ന് കഴിഞ്ഞാൽ ചോറ് വെന്ത് പോകും. അതുകൊണ്ട് പ്രഷർ ഉള്ളത് ഉണ്ടാക്കാം. നല്ല പ്രഷറുണ്ട് കുക്കറിൽ. പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം തുറന്ന് വിടുകയാണ്. പ്രഷർ കാരണം ചെറുതായിട്ടൊന്ന് പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്. അതേക്കട്ടെ. പിന്നെ മോര് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ മോര് ഒഴിക്കാനുള്ള കൊണ്ടുവന്നിട്ട് നമ്മൾ പാല് മേടിച്ച് ലോങ്ങിൻ്റെ പാല് മേടിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വഴി ഈ കരിവേപ്പാണ് ഇതിൻ്റെ അവസ്ഥ. മോര് ഇങ്ങനെ കട്ട കെട്ടി കിടക്കില്ല. അപ്പോൾ അത് ഉടയ്ക്കാനായിട്ട് മേടിച്ച സാധനമാണ്. അതിനകത്തെ കമ്പുകളെല്ലാം പോയി ഇതായി 3 ഉള്ളൂ. എല്ലാം പോയി തീർന്നു. കുറച്ച് നമ്മളായതാണ് ഇത് വെച്ചിട്ട് ചോറിൻ്റെ പരിപാടി നോക്കിയില്ലെങ്കിൽ ചോറ് വേപ്പിൽ നടക്കില്ലെന്ന്. പ്രഷർ പോയിട്ടുണ്ട്. വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഷർ പോയി. കണ്ടോ, ഞാൻ കാണിച്ചു തരാം അവസ്ഥ. ഇത് ഇപ്പം തന്നെ ഒറ്റ വിസിലടിച്ചപ്പോഴേ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ കളഞ്ഞെടുത്തിട്ടും അരി വെന്ത് പോയി. ഇനി ഇതിനൊന്ന് ഈ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് കഴിയില്ലെങ്കിൽ ഈ ചോറ് കഴിഞ്ഞ വെള്ളത്തിൻ്റെ കൊഴുപ്പിടിച്ചു. അപ്പോൾ അത് ശരിയാക്കട്ടെ. കുക്കറിനകത്ത് തന്നെ ആയിട്ട് ചോറ് അടച്ച് വെക്കുന്നത്. ഒരുപാട് പാത്രങ്ങൾ ചേർക്കും. കുക്കറിനകത്ത് വാഷിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറിൻ്റെ അടച്ച് പ്രോപ്പറായിട്ട് അടച്ചത് പിടിയൊക്കെ സ്ട്രൈറ്റ് വരുന്ന രീതിയിൽ അടച്ച് ഇങ്ങനെ ചെയ്ത് ഇതിവിടെ കിടന്ന് കംപ്ലീറ്റ് വെള്ളം പൊക്കോളം നഷ്ടപ്പെടും. അപ്പോൾ അതവിടെ ഇരിക്കാം. മോര് ഒരു കപ്പ് മോര്. ഇതിനകത്തുനിന്ന് കുറച്ച് പാത്രം കഴുകിയിട്ട് അതിനകത്ത് ഉറക്കി വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതാണ്. വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനായിട്ടിട്ടുണ്ട്. അതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒരു സൗണ്ട് കൂടെ വാഷിംഗ് മെഷീൻ കറങ്ങുന്നില്ല. അപ്പം മോരിനകത്ത് കീറിയിടാനുള്ള കുറച്ച് പച്ചമുളകും നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ അരയ്ക്കാനുള്ള കുറച്ച് പച്ചമുളകും ഒക്കെ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മോരൊക്കെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക്. പിന്നെ വേറെ കറിയെ കുറിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ദൂരെയൊക്കെ കഴിഞ്ഞ് വന്നു വെച്ചാൽ ഇടയ്ക്ക് ചോറ് വെച്ചാൽ മതിയാവും. ഈ വെളുത്തുള്ളി നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്, നമ്മുടെ നാടൻ വെളുത്തുള്ളി. നാട്ടിൽ പോയിട്ട് വന്നിട്ട് കുറച്ചായി. അപ്പോഴും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു വെളുത്തുള്ളി. എൻ്റെ കിളുത്ത് തുടങ്ങി. ഒച്ചയും വെള്ളവും കഴിഞ്ഞായിരിക്കില്ല. വാഷിംഗ് മെഷീനിൽ തുണി വാഷായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സവോളയും കൂടെ ചേർക്കുന്നുണ്ട്. ഞങ്ങൾ പ്രവാസികൾക്ക് ഒരുപാട് പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് കഴുകാനൊക്കെ ആയിട്ട് എടുത്തില്ലേ, ഇതിൽ തന്നെയാണ് മോര് കാച്ചുന്നത്. കഴുകാനൊരു പാത്രം, അരിഞ്ഞു വെക്കാൻ വേറൊരു പാത്രം, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു കുക്കർ, ഒരു ചീനിച്ചട്ടി, ഒരു ചായ വെക്കാനൊരു സോസ് പാൻ, ഒരു ദോശ ഉണ്ടാക്കാനൊരു പാൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ലാഭിഷമാണ്. ഒരുപാട് പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഇനി കുറച്ച് പച്ചമുളക് കീറി എടുക്കുവാണ്. നമ്മൾ മോര് കാച്ചുന്നതിനകത്തിനായിട്ട്. മോര് കാച്ചുന്നത് എന്തിട്ടെന്ന് പഴം, വേറെ മോരിനകത്ത് കഷ്ണമായിട്ട് ഇടാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പഴം ഏർപ്പുണ്ടായിരുന്നു. ഒരു ഏത്തപ്പഴം മുറിച്ചിട്ടാണ് മോര് കാച്ചുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മോരാണ്. ആ പുളി ഒന്ന് ടാലിയാകാനും പറ്റും. കുറച്ച് വെളുത്തുള്ളി, ഇതിനായിട്ട് സമയം കളയാനൊന്നുമില്ല. ചീനിച്ചട്ടി എടുത്തൊന്ന് ചൂടാകാൻ കൊടുക്കണം. അരിയിലും നമ്മളിവിടെ വെളിച്ചെണ്ണ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കട്ടയായി പോകും. അപ്പോൾ കട്ടയായി പോയി കഴിഞ്ഞാൽ ആ ബോട്ടിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ഇതുപോലെ ചെറിയ പാത്രത്തിൽ ആവശ്യങ്ങൾ ഒഴിച്ച് വെച്ചിരിക്കുക. ഇതാകുമ്പോൾ സ്പൂണിട്ട് നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെ എടുക്കാൻ പറ്റും.
പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി. നമ്മൾ തേങ്ങ എനിക്കിഷ്ടം കേട്ടോ മോര് കാച്ചുന്നതിനകത്ത് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ തേങ്ങ അരയ്ക്കുമ്പോൾ കൂട്ടത്തായിട്ട് മോര് കാച്ചണം. എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അരപ്പിനുള്ള എരിവിനുള്ള മുളകും 2 വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് തേങ്ങ അരയ്ക്കാനായിട്ടുള്ള. ഇതിൻ്റെ കൂടെ ഇത് കരിഞ്ഞു വന്നപ്പോഴേക്കാണ് ചൂടായിട്ടുണ്ട്. കടുക് ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. സ്ഥലം ലാഭിക്കാനാണ്. ബോട്ടിൽ മേടിക്കാൻ പൈസ ഇല്ലഞ്ഞിട്ടാണ് ആരും പറയരുത്. നമ്മൾ ഇവിടെ ബെഡ് സ്പേസിലൊക്കെ താമസിക്കുന്നത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ കടുക്, ഉലുവ എന്നൊക്കെ പറയണം, ജീരകം എന്നൊക്കെ പറയണം കുറേശ്ശെ നമ്മൾ ഉപയോഗിക്കാറ്, കുറേശ്ശെ ഉപയോഗിക്കാറ്. കടുക് വെക്കാനായിട്ട് ചെറിയ ബോട്ടിലുകളുടെ ആവശ്യമുള്ളൂ. വലിയ ബോട്ടിലുകളൊന്നും മേടിച്ച് അത്രയും ഏരിയ കളയാനായിട്ട് സ്പേസ് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കളയാനായിട്ടില്ല. ഇത് കടുക് പൊട്ടി, ഉലുവ പൊട്ടി, വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിന് കുറച്ച് സവോള അരിഞ്ഞു. ശരിക്കും മോര് കാഴ്ച കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ചെറുള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല ഇഷ്ടം. ഈ ചെറുള്ളി ഇല്ലാത്തത് ചിലപ്പോൾ സവോള തന്നെ ഭക്ഷണം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പില ഒരുവിധം വഴറ്റില്ല നമുക്ക് ചാവൊക്കെ കൊടുത്ത് അതുപോലെ കുറച്ച് ഉപ്പുപൊടി, കുറച്ചല്ല മോര് കാച്ചിയതാണ് അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ഇടാം. മഞ്ഞപ്പൊടിയും കുറച്ച് മതി, ഞാൻ അതുകൊണ്ട് ഈ വെട്ടിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥലം ലാഭിക്കാനാണ് കേട്ടോ. പിശുക്കാന്നാരും പറയണ്ട. ചെറിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഈ പഴം ഇതുപോലെ വട്ടത്തിൽ നെറുകിയൊരു കണ്ടില്ലേ, നെറുകം പൊടിച്ചിട്ട് ഇതുപോലെ നരിഞ്ഞെടുക്കണം. അരിഞ്ഞു വെച്ച പഴം നമ്മൾ കൊടുക്കാം. പഴം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം കരിഞ്ഞു പോവും. ഒന്ന് വഴങ്ങുക. പച്ചമുളകും വെളുത്തുള്ളിയും ആ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയതാണ്. ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പഴം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. പഴം നല്ലപോലെ ഞെക്കിയോ ഉടഞ്ഞു പോകുന്ന പരുവത്തിലായിട്ടുണ്ട്. ധാരാളം മോരുകൂടില്ലേ, അതുകൊണ്ട് ഫുള്ള് ഒഴിച്ചാൽ ശരിയാവില്ല. കുറച്ച് മോര് വെച്ചിട്ടുണ്ട് ഒഴിക്കാനായിട്ട്. ഇതിൽ ഉപ്പ് വീഴാൻ പാടില്ല. തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ മോരൊഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇപ്പോഴത്തെ അരപ്പം ചേർത്തിട്ട് വെള്ളം ഒരുപാട് എന്താ പറയണ്ടേ, വെള്ളം ചേർത്താൽ അതിൻ്റെ ആ കട്ടി കുറഞ്ഞു പോകും. വളരെ കുറച്ച് മതി. എന്നാൽ ഇതിനകത്തൊക്കെയുള്ള അരക്ക് നമുക്ക് കളയാനും പറ്റില്ല. അതുകൊണ്ട് അതിനകത്തോട്ടെടുത്ത് ഒന്ന് കുലുക്കാം. പക്ഷേ
ഇവിടെ വെച്ചിട്ട് കുടിക്കാൻ മേത്ത് മുഴുവനാവും. സിങ്കിലോട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കുടിക്കും. മിക്സ് ചെയ്യുന്നത് വെച്ചേക്കുള്ള സ്ഥലമില്ല. ഒരു ചെറിയ തീയിൽ ഒന്ന് ചൂടായി വരുന്നത് ഈ പഴത്തിൻ്റെ മധുരവും എന്താ മോരിനകത്തോട്ട് ഈ പുളിയുടെ കൂടെ മധുരം കൂടെ ഒന്ന് ചേർന്നിട്ട് നല്ല ടേസ്റ്റായിരിക്കും. പ്രത്യേകിച്ച് നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്കും നല്ല രസമായിരിക്കും ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരിക്കും. ചെറിയ തീയിൽ വെച്ച് വലിയ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓഫിയിലേക്ക് തിളച്ച് ശരിയാവില്ല. ഓഫിയിൽ ഇനിയും ഓരോ മോര് കാച്ചാനായിട്ടുള്ള കൊണ്ടുപോയി കുറച്ച് മോര് ഒഴിച്ച് നമ്മൾ മേടിക്കുന്ന ലോങ് ലൈഫിൻ്റെ മിൽക്കില്ലേ, ഫുൾ ഫാറ്റിൻ്റെ ആണ്, അതും കൂടെ ഒഴിച്ച് കുറച്ചൊഴിച്ച് വെച്ചേക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒഴിച്ച് ഇത് ഇപ്പം തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഇരിക്കുമ്പോഴേക്കും നല്ല ഉണ്ടാവും. അപ്പോൾ കൂട്ടത്തിൽ കുറച്ചും കൂടി പാൽ വെച്ച് ആഡ് ചെയ്ത് പോകുക. പിന്നെ ഇച്ചിരി പോരാഴിയുണ്ട്, പോരാത്തപ്പം ഇട്ടു. നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന പാലപ്പച്ചട്ടിയാണ്. പാലപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി. പാലപ്പം എപ്പോഴും ഉണ്ടാക്കണം തോന്നുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണമയവും കറി ഈ കടുകൊക്കെ തളിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലോ ടേസ്റ്റ് ആ സംഭവങ്ങളൊക്കെ ഉള്ളതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ പോകും. ഒരു തിളപ്പിച്ച് വെള്ളം കളഞ്ഞേച്ച് ഒന്നും കൂടെ കഴിയേച്ച് അതിനകത്ത് തന്നെ പാലപ്പം ഉണ്ടാക്കും. എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാകാൻ കടുക് പൊട്ടിക്കാനുള്ള ഒരു കുറച്ച് എണ്ണ മതിയായിരിക്കും. കാരണം എണ്ണ ഒഴിച്ച് കുറച്ചൊക്കെ താളിച്ചിട്ട് ചെയ്ത കാരണം കുറച്ച് എണ്ണയുടെ ആവശ്യമില്ല. കടുക് പൊട്ടിക്കാനുള്ള മുളകാണ് കയ്യിരിക്കുന്നത്. ചെറുന്ന സവാളയുടെ കഷ്ണം അതൊന്ന് പാൻ കുറച്ച് മതി. നേരത്തെ നമ്മൾ കടുക് പൊട്ടിച്ച കാരണം ഒരു ഇച്ചിരി കടുക് മതി. കൂട്ടത്തിൽ കുറച്ച് ചെയ്തു കറിവേപ്പില കൂട്ടത്തിൽ കടുക് താളിക്കുന്നതിനകത്ത് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഒരു ഒത്തിരി മതി. കറിക്ക് വേറൊരു നല്ല കാണാനൊരു ഭംഗി കിട്ടും. ഒരു സെറ്റ് ഉണക്കമീൻ വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. അതിപ്പോൾ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ഉണക്കമീൻ ഇതാ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി, കാശ്മീരി മറ്റേ മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. കുറച്ച് മുളക് പൊടി, ഉപ്പുമീനായതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ച് ചതച്ച മുളക് ഉപ്പ്, അതൊരിച്ചിരി കുറച്ച് ചേർത്തിട്ടുള്ളൂ. എരിവിനായിട്ട് മുളക് പൊടിയാണ്. ഇതൊരു ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ മീൻ വറക്കാതെ ചേർത്ത് വെച്ചു. ഫ്ലാറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉണക്കമീനൊക്കെ വറക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആദ്യം വിൻഡോ ഒന്ന് തുറന്നിടുക. പുറത്തുനിന്നുള്ള സൗണ്ട് നല്ലപോലെ ഡിസ്റ്റർബ് ആവും. എന്നാലും നിൽക്കില്ല, സ്മെല്ലാണ് പ്രശ്നമില്ല. വിൻഡോ നല്ലപോലെ തുറന്നിട്ട് സൗണ്ട് മാറിയല്ലേ. ഇനിയാണ് സൗണ്ട് കൂടുതൽ മാറാൻ പോണേ. എക്സോസ്റ്റ് ഫാൻ വീട്ടിലെ പണിയാണ്. എക്സോസ്റ്റ് ഫാൻ ഇച്ചിരി സൗണ്ട് കൂട്ടിയിടുകയാണ്. മിക്സ് ചെയ്തിട്ട്
ज़्यादा टेस्ट प्याज टेस्ट आ गया। ഇവളാണ് എൻ്റെ ഇവിടുത്തെ മെയിൻ കൂട്ടുകാരി. കണ്ട എപ്പോൾ ക്യാമറയും കൊണ്ട് വന്നാലും അപ്പം കയറി ഒളിക്കും. അല്ലാത്തപ്പല്ല ഇതിൽ കൂടെ നീന്തി തുടിച്ച് നടക്കും. ഒരു ഫോട്ടോ എടുക്കാമെന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് വന്നാൽ അതെ ഇതുപോലെ മൂലയ്ക്ക് കയറി ഒരു ഇരിപ്പ്. ഒരു കാരണവശാൽ പിടി തരില്ല. അപ്പോൾ മീൻ പുറത്ത് നോക്കാനായിട്ട് ഉണക്കമീൻ കഷ്ടാനായിട്ട് വെച്ചിട്ട് പോകാം. തീ വളരെ കുറച്ച് വെച്ചിരിക്കുന്നു. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അടിക്കുമ്പോൾ കരിഞ്ഞ് പോകത്തത് നല്ല പാകത്തിന് വേണ്ടിയിട്ട്. കിച്ചണിൽ ഫുള്ള് ഉണക്കമീൻ്റെ ഇതിൻ്റെ ഒരു സ്മെല്ലാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡോ തുറന്നിട്ടതും എക്സോസ്റ്റ് ഫാൻ ഇട്ടിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ ഇട്ടില്ലെങ്കിൽ ഫ്ലാറ്റ് ഫുള്ള് ഇതിൻ്റെ മണം വരും. നമ്മുടെ ഡ്രസ്സിലൊക്കെ കയറി മണം പിടിക്കും. അതുകൊണ്ട് ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴൊക്കെ ഉണക്കമീൻ വറുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഇനിയിപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മൂടി വെക്കാനാണ് ഞാൻ ചന്ദ്രത്തിലേക്ക് ഒന്ന് അടിച്ച് വെച്ച് ഒരു എയർ ഫ്രഷനൊക്കെ അടിച്ച് ഫ്ലാറ്റിൽ നിന്ന് ഒന്ന് ഫ്രഷാക്കുക. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കയറി വരുന്നവർക്ക് പെട്ടെന്ന് അവർ അതുമ്പോൾ തന്നെ മണം കിട്ടും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷേ മണം എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ചെറിയ രീതിയിലാണ് അപ്പോൾ മുരുകൽ കൂട്ടുന്നതിലും ടേസ്റ്റ് കൂടുതൽ നാളെപ്പെട്ടത്. കാരണം ആ പഴത്തിൻ്റെ മധുരം ഈ മോരിലും വരും, മോരിൻ്റെ പുളി പഴത്തിലും വരും. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ പണ്ടുള്ള കാരണന്മാർ പറയും മോരും ഉണക്കുന്നതിനും വിരുദ്ധാകാരാണ് വിഷമാണ്. പക്ഷേ ശരിയായിരിക്കും, മോരും ഉണക്കുന്നതിനും വിരുദ്ധാകാരായിരിക്കും. പക്ഷെ ഇതിൻ്റെ രണ്ടിനും കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ചെറിയ തീയില വെച്ചിരിക്കുന്ന അതുകൊണ്ട് സമയം എടുക്കും. നമ്മൾ മുറത്ത് മരുന്ന് വരാനായിട്ട് അതുവരെ ചോറ് അന്നേരം ഊറ്റിയിട്ട ചോറിനൊക്കെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. കുക്കറിനകത്ത് ചോറ് വെക്കാൻ ഈസിയാട്ടോ. ചോറ് വെക്കാൻ ഊറ്റാനൊന്നും വേറെ പാത്രത്തിൻ്റെ ആവശ്യം. ഞാൻ പല വീഡിയോയിലും കണ്ടിരുന്നു. കുക്കറിനകത്ത് ചോറ് വെച്ചിട്ട് മറ്റേ വേറൊരു പാത്രത്തിൽ തുളയുള്ള അരിപ്പ പോലത്തെ പാത്രത്തിനകത്ത് അതിനേക്കാൾ നന്നായിട്ട് അതിൽ വെക്കുമ്പോൾ പോകുന്നതിനേക്കാൾ നന്നായിട്ട് ഇതെങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം പോകും. ഇപ്പോൾ അടപ്പിൻ്റെ അടിയിൽ വന്ന് തന്നെ കുറച്ച് ഡ്രോപ്സ് ആട്ടോ. അത് ചോറിലുള്ളതല്ല, അടപ്പിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു ശ്രദ്ധിച്ച് കൂട്ടാനും ഒറ്റ ചോറ് പോലും വേസ്റ്റ് ആകത്തില്ല. ഭാഗ്യത്തിന് ഈ അരി ഇത്തവണ ചോറ് വെച്ചത് നോക്കി നിന്നുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറ് മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ചോറൊക്കെ ഈ അരി കൊള്ളത്തില്ല. അതുതന്നെ കളയും. എന്തായാലും 5 കിലോ മേടിച്ചും പോയി കളയാൻ പറ്റില്ല. പൈസ കിട്ടും. ഞാൻ ശരിക്കും ഈ മീൻ വറക്കുന്നതിനകത്തും കൂടെ ഇടാൻ എടുത്ത് വെച്ചിട്ട് കറിവേപ്പിലായിരുന്നു. എല്ലാം മോരിനകത്തിലിട്ട് പോയി, മറന്നുപോയി. ഇനിയിപ്പോൾ കറിവേപ്പില എടുക്കാൻ ഒരു മടി. ഒക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് സാരമില്ല. റെഡിയായിട്ടുണ്ട്. ഫൈനലി സൂപ്പർ ടേസ്റ്റ്. നല്ല എരിവ്. അപ്പോൾ ഇത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഉണക്കമീനൊക്കെ വറുത്തതല്ല, അപ്പം ഭയങ്കര സ്മെല്ല്. പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് വന്ന് കുളി കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ റൂമിലുള്ള മറ്റു കുട്ടികൾ അവരും വന്നു.
അപ്പോൾ അവർ റൂമിലുള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊക്കെ ഇവിടെ കൊണ്ട് പതിയെ നിർത്തുവാണ്. പ്രൈവസി, മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. ഈ സമയത്തൊക്കെ നന്നായിട്ട് വിശക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഒരല്പം സൺസ്ക്രീൻ മാത്രം മുഖത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, സൺസ്ക്രീമാണ്. നല്ല വിശപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ടൊന്ന് കഴിക്കുകയാണ്. വേറെ റൂമിൽ കുട്ടികളുണ്ടൊന്നും മിണ്ടാത്തത്. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം ഒതുങ്ങി. അപ്പോൾ ഇനി കുറച്ച് നേരം യൂട്യൂബിൽ നോക്കിയിരിക്കാമെന്ന് കരുതി. യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസുകൾ ഇങ്ങനെ നോക്കി പോകുമ്പോഴാണ് എൻ്റെ കസിൻ ബ്രദർ അച്ഛനായി പട്ടമൊക്കെ കഴിഞ്ഞ് പുത്തൻ കുർബാനയൊക്കെ കഴിഞ്ഞ് 9-ാം തീയതിയായിരുന്നു. അപ്പോൾ ഇന്ന് എടവകപ്പള്ളി വന്നിട്ടുള്ള കുർബാന ചൊല്ലലാണ്. അച്ഛൻ്റെ ആദ്യത്തെ കുർബാന ചൊല്ലലാണ് എടവകപ്പള്ളിയിൽ. അതിൻ്റെ യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് കിടക്കുന്ന വീഡിയോ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അറിഞ്ഞു, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയാം. കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് വലിയ പരിചയമില്ലെങ്കിലും അത്ര അറിയത്തില്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, നമുക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. ജിബിൻ കദളിക്കാട്ടിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ആ വീഡിയോ ഉടനെ മമ്മിക്ക്, ഞങ്ങളുടെ മറ്റുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. കാരണം അവരാരും ഈ ലിങ്ക് കണ്ടില്ലായിരുന്നു. ഒരു യൂട്യൂബിലുണ്ടാവുമെന്നും യൂട്യൂബിൽ ലൈവ് ഉണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുത്ത് മമ്മീനെ വിളിച്ച് പറഞ്ഞു. മമ്മിക്ക് വീഡിയോ ലൈവിൽ കയറി കണ്ടോളാൻ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് നേരം കണ്ടു. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷമായി. അച്ഛൻ്റെ കുർബാന കുറച്ച് നേരം കണ്ടു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷമാണ്. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ റൂമിൽ കുട്ടിയായിട്ട് നേരെ കുറേ നാളായി. ഞങ്ങളുടെ റൂഫിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ശരിക്കും 2-2.5 വർഷത്തിന് മേലെ 3 വർഷമായിട്ടുണ്ടല്ലോ. അവിടേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാനും ആ കുട്ടിയും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ടോയെന്ന് അറിയണമല്ലോ, ഒന്ന് നോക്കാനായിട്ട് പോയി. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. തണുപ്പത്ത് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കും. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. അപ്പോൾ ചൂടൊക്കെ ആയി കഴിയുമ്പം പൂളിലൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി.